എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, എന്റെ ചങ്ങാതി സ്വർഗ്ഗത്തിൽ ഉസ്മാൻ തങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദീനാണ് കാര്യമായ വിഷയമെന്നാ ഞാൻ പറഞ്ഞതിരിക്കട്ടെ. മതബോധമുള്ള പെണ്ണെ തെരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാമുഖം പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കങ്ങ് പോകാം. കല്യാണ പെണ്ണിനെ കണ്ടെത്തുകയാണ്, കല്യാണ ചെറുക്കനെ കണ്ടെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കല്യാണ പെണ്ണിനെ കണ്ടെത്തുന്നതും കല്യാണ ചെറുക്കനെ കണ്ടെത്തുന്നൊക്കെ മതബോധം നോക്കി വേണോന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇന്ന് പുതിയ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ നല്ല തരംഗമുള്ള കാലത്ത്, എവിടെയെങ്കിലും ഒരു അധർമ്മം നടന്നാൽ, എവിടെയെങ്കിലും ഒരു വേണ്ടാത്തത് നടന്നാൽ, പഴയ കാലത്ത് ഒരു 10-20 കൊല്ലം മുമ്പ് അങ്ങനെ ഉള്ളാളത്തൊരു സംഗതി നടന്നാൽ, ഇവിടെ ഒന്ന് നടന്നാൽ അലേക്കലെ തന്നെ അറിയില്ല, തൊക്കോട്ട് അറിയില്ല, മംഗലാപുരത്ത് അറിയില്ല. എന്നാ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഇവിടെ നടക്കുന്നത്, ഇവിടെ നടക്കുന്നതിനേക്കാൾ അപ്പുറം, ഇവിടുത്തെ ആൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അപ്പുറം അറിയും. അത്രയും സ്പീഡിൽ വിഷയങ്ങൾ എത്താൻ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പെണ്ണ് കാണൽ എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ പോയി. ഇപ്പൊ എൻഗേജ്മെന്റ്, ആ സംഗതിക്ക് തന്നെ സുബ്ഹാന ജല്ല ജലാൽ. ഞങ്ങളൊക്കെ നാട്ടില് ഹൈന്ദവ സുഹൃത്തുക്കളുടെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അടുത്ത അമ്പലങ്ങളിൽ നിന്ന് കാണിക്ക കൊണ്ടുവരും. കുറെ ഡ്രസ് ഇട്ട പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാറുണ്ട്. അതുപോലെ കല്യാണ പെണ്ണിനെ അണിയിച്ചൊരുക്കിയിട്ട് അവർക്ക് കൊണ്ടുവന്നിട്ട് മിഠായികൾ, അതിന് തന്നെ ലക്ഷങ്ങളുടെ, ഈ മിഠായി പീഡിയക്കാരുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കണ്ട, അതിനുള്ള ചോക്ലേറ്റ് 10,000-കണക്കിന് 50. ഈ അടുത്തൊരാൾ പറഞ്ഞു 1.5 ലക്ഷം ഉറുപ്പ്യന്റെ ചോക്ലേറ്റ് ആണ്. 1.5 ലക്ഷം ഉറുപ്പ്യന്റെ ചോക്ലേറ്റ് ആണ് മകൻ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന പെണ്ണിന് കൊണ്ടു കൊടുത്തത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളേക്ക് എന്തിനാണ് ഉസ്താദ് ഇന്നാലില്ല ചൊല്ലിയത്? ഇന്നാലില്ല ചൊല്ലി എന്തിനാ നിങ്ങൾക്ക് തോന്നും? സുബ്ഹാനല്ലാഹ്, എന്റെ പൈസ കൊണ്ട് വാങ്ങിയതല്ല, ഉമ്മത്തിന്റെ പൈസ കൊണ്ടും വാങ്ങിയതല്ല, ഇയാളെ പൈസ കൊണ്ട് തന്നെ വാങ്ങിയതാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയന്റെ കാലത്ത് നിങ്ങളത് ചെയ്താൽ അപ്പുറമുള്ളവൻ 1.5 ലക്ഷം പോയിട്ട് 15 ലക്ഷം ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. അതിനു വേണ്ടി തന്നെ അതിനേക്കാളും കൂടുതൽ കടം വാങ്ങാണ്. ലോൺ എടുത്തിട്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് എൻഗേജ്മെന്റ് നടത്തുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വൈവാഹിക ജീവിതത്തിന്റെ ആമുഖം തന്നെ താളം തെറ്റിയാൽ കുടുംബ ജീവിതത്തിന് എന്ത് ഭദ്രതയാണുള്ളത് സഹോദര. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഇനി അവിടെ പോയാൽ പഴയ കാലത്ത് ഈ മോതിരൊക്കെ കൊടുക്കലാണ്. ഇപ്പൊ അതെല്ലാം പോയിട്ട് കേക്കെല്ലാം കൊണ്ടുപോയിട്ട്, അല്ലെ മിഠായി കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ വായിൽ വെച്ചു കൊടുക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇവര് തന്നെ സ്റ്റാറ്റസ് വെക്കാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെയാണ് ഈ ഉമ്മത്ത് എത്തി നിൽക്കുന്നത്? എവിടെയാണ് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടവര് നമ്മളാണ്. ശ്രദ്ധക്കുറവ് ഏറ്റവും കൂടുതൽ ഉള്ളതും നമ്മളിലാണ്. എത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത്? സുബ്ഹാന ജല്ല ജലാലു. ഈ അടുത്ത് ചില സംഗതികൾ ചില സ്ഥലത്ത് നടക്കുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞിട്ട് അത് ഈ ഫോൺ വിളിയൊക്കെ ഹലാലാക്കാൻ വേണ്ടി നിക്കാഹ് എന്നാ പറയുന്നത്. ഉദ്ദേശം തന്നെ അങ്ങനെയാണ്. ഫോൺ വിളിയെല്ലാം എന്തായാലും നടക്കും, അതുകൊണ്ട് അത് ഹലാലാക്കാൻ വേണ്ടിട്ട് നിക്കാഹ് കഴിച്ചു കൊടുക്കാണ്. സത്യത്തിൽ നിക്കാഹ് കഴിക്കണ കൂടെ തന്നെ ഏത് ഉമ്മയോ ഉപ്പയോ കൂടിയിട്ട് ഈ തസ്ലീമത്തും കൂടെ അങ്ങ് നടത്തിയിരുന്നെങ്കിൽ, ആ ഏൽപ്പിക്കലും കൂടെ അങ്ങ് നടത്തിയിരുന്നെങ്കിൽ സംഗതി വളരെ റാഹത്തായി. അതിന് പിന്നെ വേറെ രണ്ടാമത് മംഗലൊന്നും കഴിക്കണ്ടില്ല. അതിവന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. കുറെ വിളിക്കണം, കുറെ പൊന്നാക്കണം, കുറെ മറ്റേതാക്കണം. എന്നിട്ട് ഈ നിക്കാഹ് കഴിച്ചിട്ട് അവിടെ വെക്കും. 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് നോക്കും കുട്ടിന്റെ ബർത്ത്ഡേ ആവും. പല സ്ഥലങ്ങളിലും നിക്കാഹ് കഴിഞ്ഞു, ഹലാലാണ്, വിഷയങ്ങളൊന്നുമല്ല, ഞാൻ ഹറാം ആക്ഷേപിച്ച് പറയല്ല. പക്ഷേ അധികം ആളുകൾക്കും നിങ്ങളെ മകന്റെ മകളുടെ വിഷയം എന്ന് പറഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ ഉപ്പാനോട് ഉമ്മാനോട് നിങ്ങൾ സംസാരിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് റെഡിയാണെന്ന് മനസ്സിലാവും. നിക്കാഹ് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പാനോടും ഉമ്മാനോടും മകളെ കാര്യം ചോദിച്ചാല് ഉപ്പാക്കും ഉമ്മാക്കും ഒരു ചമ്മല. കാരണം ഓള് പുതിയാപ്പിളിന്റെ അടുത്താണ്, അല്ലെങ്കിൽ പുതിയാപ്പിളിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ. അത് പറയാൻ ഉപ്പക്കും ഉമ്മാക്കും മനസ്സിനൊരു വിഷമമുണ്ട്. എന്തുകൊണ്ട്? നിക്കാഹ് കഴിഞ്ഞ പെണ്ണേം കൂട്ടിട്ട് പോകും. അതാണ് പറഞ്ഞത്. നിക്കാഹ് കഴിയുന്ന സമയം തന്നെ ഈ സംഗതി അങ്ങനെ തന്നെ നടത്തിയാൽ, ആദ്യം തന്നെ അറ കാണിച്ചാൽ ചടങ്ങ് കഴിച്ചാൽ പിന്നെ സംഗതി തീർന്നില്ലേ? പിന്നെ നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്താനാണ് നിക്കാഹ് കഴിച്ചിട്ട് 2 കൊല്ലം 3 കൊല്ലം കാത്തു നിൽക്കുന്നത്? അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. നിക്കാഹ് കഴിക്കുന്നതിന് മിസ്ബാഹി എതിരായി നല്ല പറഞ്ഞത്. നിക്കാഹ് കഴിക്കൽ നല്ലതാണ്. ആ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ അങ്ങ് കഴിച്ചാൽ സംഗതി ക്ലിയറായി എന്നാ പറഞ്ഞത്. അള്ളാഹു തന്നെ നമ്മളെ നന്നാക്കി തരട്ടെ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, കൂടുതൽ വിശദീകരിക്കല്ല. ഈ എൻഗേജ്മെന്റ് സംഗതിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് ഹറാമുകൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും
കല്യാണം കഴിഞ്ഞു കല്യാണ ദിവസത്തിൽ സുബ്ഹാന ജല്ല ജലാലു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനം വരേണ്ടുന്ന ഒരു ദിവസമാണത്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹററ സുലുസൈ ദീനി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. നിക്കാഹിന്റെ ഖുതുബിൽ എല്ലാ ഉസ്താദുമാരും ഓതലുണ്ട്. ഒരാൾ ഒരു പെണ്ണ് കെട്ടിയാൽ ദീനിന്റെ 2/3 സുരക്ഷിതനായി, പിന്നെ 1/1 ഭാഗം അള്ളാഹിനെ പേടിച്ച് ജീവിച്ചവൻ സ്വർഗത്തിൽ കയറിയതിന്റെ അർത്ഥം അവന്റെ ദീൻ റെഡിയായി. 2/3 സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഈ വൈവാഹിക ജീവിതത്തിന്റെ അന്ന് ഇവൻ സുബഹിസ്കരിക്കൂല. ഇവൻ അന്ന് സുബഹിസ്കരിച്ചിട്ടുണ്ടാവില്ല. പുതിയാപ്പിള അന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ സഅദ് നഹ്സ് എന്ന് പറഞ്ഞ 2 സംഗതി ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഉസ്താദുമാരും ഉണ്ടായേക്കാം. Great choices for the great you. Open your free DMAT account with. അപ്പൊ ഏതായാലും സഅദ് നഹ്സ്. പക്ഷെ സുബഹി നിസ്കരിക്കാത്തവൻ സുബഹി ഖളാക്കാത്തവന് നഹ്സാണ് എന്നുള്ളതിൽ തർക്കമില്ല. സുബഹി ഒരു ദിവസം ഒരുത്തൻ ഖളാക്കിയാൽ ഓൻ അന്നത്തെ ദിവസം നഹ്സാണ്. അപ്പൊ കല്യാണത്തിന്റെ ദിവസം സുബഹി ഖളാക്കിയിട്ടോ കല്യാണ പന്തലിലേക്ക് എന്ത് ഖത്ത് നിറച്ചാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഓൻ അന്നത്തെ ദിവസം നെഹ്സാണ്. ആ നെഹ്സിലാവും കല്യാണം കഴിക്കും. എന്താ കാരണം അറിയോ? തലേ ദിവസവും ഭയങ്കരമായ പരിപാടികളെല്ലാം കൂടി കഴിഞ്ഞ് നിങ്ങളെ നാട്ടിലുണ്ടോ എന്നറിയില്ല, ഞാനിത് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുന്നില്ല. പല വീടുകളിൽ ഈ പെണ്ണിനെ ചമയക്കാൻ വേണ്ടി വരുന്ന ആളുകൾ തലേ ദിവസം രാത്രിയാണ് ഇപ്പൊ സാധനം കൊടുക്കുന്നത്. നിങ്ങളുടെ കർണാടകയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അത് രാത്രി 12 മണി 1 മണിയൊക്കെ ആകും ഈ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ. അങ്ങനെ ഉറക്കൊഴിഞ്ഞ് നോക്കുമ്പോ സുബഹിക്ക് 3 മണിക്കല്ല ഉറങ്ങുക. പിന്നെ ഇവിടെ സുബഹി സുബ്ഹാന ജല്ല ജലാലു. പുതിയാപ്പിള മാത്രല്ല അധിക വീട്ടുകാർ. ഞാൻ തമാശക്ക് മാറ്റർ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞല്ല. എന്നെ കേൾക്കുന്നവരോട് നമ്മുടെ വീടുകളിൽ കല്യാണങ്ങൾ നടക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണമെന്ന് അല്ലാഹ് പറഞ്ഞത്. കല്യാണ വീട്ടിൽ മംഗല വീട്ടിൽ അല്ലാഹനെ മറക്കല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തെ തൊട്ട് നമ്മൾ ഒരിക്കലും അശ്രദ്ധരാകല്ലേ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും നിസ്കാരം പതിവാക്കുന്നവരും കണിശത പുലർത്തുന്നതുമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാല് ആണുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പരിപാടില്ലേ? അല്ലെ? ആണുങ്ങളെ വീട്ടിലല്ലേ താമസിക്കുക? കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ അങ്ങനല്ലേ. ഞങ്ങളെ കണ്ണൂർ സ്റ്റൈൽ എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ വീട്ടിലാ താമസിക്കുക. അവിടെ അതിനെ കുറിച്ചിട്ട് ഞാനിപ്പം വാഴു പറഞ്ഞാൽ നിങ്ങളൊക്കെ വന്ന് അവിടെ കല്യാണം കഴിക്കാൻ രണ്ടാമതൊരു സാധ്യത കാണുന്നതിനാൽ ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അല്ല അറയും സെറ്റപ്പ് എല്ലാം ഉണ്ടാവും കണ്ണൂർ ജില്ലയിൽ. അപ്പോ ഇവിടെ കൂട്ടി വരുന്നത് പോലെ അവിടെ അങ്ങനെയല്ല. അവിടെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ അഡ്മിറ്റ് ആയാലാണ്. ചില സ്ഥലത്ത് ഭയങ്കര രസമാണ്. പോയാൽ പിന്നെ അവൻ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ അവൻ ഭാര്യനെല്ലാം കൂട്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ ആരെങ്കിലും മരിക്കണം. എന്നാൽ തന്നെ ഉസ്താദിനോട് മസാലേക്ക് ഉസ്താദെ ഈ കണ്ണോക്കിന് മുമ്പ് ഭാര്യ വീട്ടിൽ പോയി കൂടാന്നുണ്ടോ എന്ന്. അങ്ങനെയാ അത്രമാത്രം. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ 2 ആള്. അപ്പൊ ഒരുത്തൻ ഒരാഴ്ചയിൽ 2 തവണയൊക്കെ ഭാര്യ വീട്ടിൽ പോയി. ഞങ്ങളുടെ നാട്ടില് ഭാര്യ വീട്ടിന് വീട് എന്ന് പറയുന്നത് ഭാര്യക്ക് സ്വന്തം പോരക്ക് പോരാന്നാ പറയാ, നാടൻ ഭാഷ. അപ്പം ഭാര്യന്റെ വീട്ടില് ആഴ്ചയിൽ 2-3 തവണ പോകുന്നവനാ. അപ്പം മറ്റവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു, നീ ആഴ്ചക്ക് 2 ഞാൻ 10 ദിവസം കൂടുമ്പോ ഒരിക്കലേ പോകുള്ളൂ. ഭാര്യന്റെ വീട്ടില് 10 ദിവസം കൂടുമ്പോ മാസത്തിൽ 3 തവണേ പോകുള്ളൂ. അപ്പൊ മറ്റവന് ഭയങ്കര അത്ഭുതം. അവൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കണത്? ഞാൻ ആഴ്ചയിൽ എന്തായാലും 1-2 തവണ പോകുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങനല്ല, ഞാൻ ഒരിക്കൽ പോയാ 10 ദിവസം നിൽക്കുന്നു. മനസ്സിലായില്ല? ആകെ മാസത്തിൽ 3 തവണേ പോകുള്ളൂ വീട്ടിൽ. ഒരിക്കൽ പോയാ 10 ദിവസം നിൽക്കും. ഞാൻ ഫുൾ ടൈം ഭാര്യ വീട്ടിൽ തന്നെയാണ്. നാട്ടിനെ വഷളാക്കി തോന്നണ്ട, ഉള്ള കാര്യം പറഞ്ഞത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഏതായാലും ഒരു അല്പ സ്റ്റൈൽ നിങ്ങളെ നാട്ടിൽ താമസിക്കുന്ന ആണ്. പോട്ടെ, ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ നാട്ടിലെ ഭാഷ അനുസരിച്ച് പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരിക. നമ്മുടെ വീട്ടിലേക്കാണ് പെൺകുട്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആണുങ്ങൾക്ക് ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാണ്.
ഞങ്ങളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭാര്യന്റെ വീട്ടിലാണ് ഉണ്ടാകുക, അതുകൊണ്ട് പെണ്ണുങ്ങൾക്കാണ് ഉത്തരവാദിത്തം കുറച്ച് കൂടുതൽ. നമ്മൾ കുറച്ചൊന്നും കൂടുതൽ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓരോ വീട്ടിലാണ് ഉള്ളത്. അതേസമയത്ത് ഇവിടെ അങ്ങനെയല്ല. ഈ പെണ്ണിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ കാര്യമായി അധ്വാനിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമാണ്. അവൾ ഏതോ വീട്ടിൽ താമസിച്ചവളാണ്. ആ പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് നല്ല മനസ്സിന് ധൈര്യവും സന്തോഷവും നൽകേണ്ടത്, ആ കുടുംബജീവിതം താളപ്പിഴവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിനക്കാണുള്ളത്. സഹോദരങ്ങളെ, ഈ രണ്ട് വിഷയമാണ് ഇതിലുള്ളത്. ഒന്ന്, ഭർത്താക്കന്മാർ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം എന്നാലാ പ്രശ്നം ഇല്ലാണ്ടിരിക്കുക. മറ്റൊന്ന്, ഭാര്യമാർ ഭർത്താക്കന്മാരോട് എങ്ങനെയാ പെരുമാറേണ്ടത്. ഈ രണ്ടും ഉള്ളത്. ഒന്ന്, ഭർത്താവ് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ, മറ്റൊന്ന് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ. ഞാൻ ആദ്യ ആണുങ്ങളോട് പറയാം, എന്നിട്ട് കേട്ടിട്ട് കഴിച്ച് പോയാലും കുഴപ്പമില്ല. പെണ്ണുങ്ങൾ എന്തായാലും വയല് കഴിയാണ്ട് പോകില്ല. അതുകൊണ്ട് ലാസ്റ്റ്